കോഴിക്കോട്ട് ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പരാതി. കുരുവട്ടൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിലെ 9 വോട്ടർമാരാണ് ഒഴിവാക്കപ്പെട്ടത്. ആശാവർക്കർക്ക് പറ്റിയ വീഴ്ചയാണെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം. താൻ മരിച്ചുവെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൂടി പഞ്ചായത്ത് നൽകണമെന്ന പരാതിക്കാരനായ നിമീഷ് പ്രതികരിച്ചു. അവസാന നിമിഷമാണ് എൻ്റെ വോട്ടർ ലിസ്റ്റിൽ പേരിലാണ്ടി പോയിരുന്നത്. അതായത് ആൾ മരണപ്പെട്ടു എന്നാണ് ഇവിടുന്ന് റിപ്പോർട്ട് കൊടുത്തതെന്നാണ് അന്വേഷണത്തിന് കഴിയാൻ കഴിയുന്നത്. സെക്രട്ടറിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. സെക്രട്ടറി തൃപ്തികരമായ മറുപടിയല്ല പറയുന്നത്. സെക്രട്ടറി പറയുന്നത് ആശാ വർക്കർമാരെ ഏൽപ്പിച്ചതും അവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ വോട്ടർ ലിസ്റ്റ് പരിശോധിച്ചാലും നിലവിൽ വോട്ടറായിട്ട് കാണുന്നുണ്ട്. അവസാന നിമിഷമാണ് ഇത് ചെയ്തത്. പരാതി ജോയിൻറ്റ് കൺട്രോൾ ജെഡിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നിയമ നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങളുമായി. സിനോജ്, ഇതിപ്പോൾ ആശാവർക്കർക്ക് പറ്റിയ ഒരു പിഴവ് എന്നുള്ളതാണ് ഇപ്പോൾ സെക്രട്ടറിയുടെ പ്രതികരണം. ഈ തരത്തിൽ പട്ടികയിൽ കുഴപ്പങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധന, ഒരു പുനഃപരിശോധന നടക്കുമോ? ഇവരെ വീണ്ടും പട്ടികയിൽ ചേർക്കാനുള്ള നടപടികളിലേക്ക് കടന്നു? സ്മൃതി, അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കാരണം അന്തിമ വോട്ടർ പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കരട് വോട്ടേഴ്സ് ലിസ്റ്റ് വന്ന സമയത്ത് ഈ പേരുകളൊക്കെ തന്നെ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ കരട് വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷം ആരോ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോട്ടർമാർക്ക് ഒരു കത്ത് പോലും നൽകാതെ, ഹിയറിങ്ങിന് ഹാജരാകാനുള്ള കത്തോ അല്ലെങ്കിൽ SMS നൽകാതെയാണ് ഇവരുടെ ഈ 9 പേരുടെയും പേരുകൾ വെട്ടിമാറ്റി അന്തിമ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് മരിച്ചു പോയത് ഇവരുടെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെ ഒഴിവാക്കിയിരിക്കുന്നത്. ജീവനോടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ രേഖാമൂലമുള്ള കത്ത് ലഭിക്കേണ്ടതാണ്. ഹിയറിങ്ങിന് ഹാജരാകാനുള്ള കത്ത് ലഭിക്കേണ്ടതാണ്. അങ്ങനെ ഈ 9 പേർക്കും കത്ത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് മരിച്ചവരുടെ ഗണത്തിൽപ്പെടുത്തി ഇവരുടെ പേരുകൾ ലിസ്റ്റിൽ നിന്ന് വെട്ടി എന്നാണ് പരാതി. 7-ാം വാർഡിലാണ് സംഭവം. ഇതിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെയുള്ള ആളുടെ വോട്ട് പോലും വെട്ടിമാറ്റി എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് ആശാ വർക്കർമാരെയാണ് ഈ ലിസ്റ്റ് പരിശോധിക്കാൻ ഏൽപ്പിച്ചത്. ആശാ വർക്കർക്ക് ഈ പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ 2 പാർട്ടുകൾ മാറിപ്പോയതാണ്. അങ്ങനെ വന്നൊരു അബദ്ധമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ലിസ്റ്റിൽ ഇവരുടെ പേരുകൾ ഇനി കൂട്ടിച്ചേർക്കണമെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിചാരിക്കണം. കാരണം ഒരു സമയപരിധി കൂടി നിശ്ചയിച്ചാൽ മാത്രമേ ഈ അന്തിമ ലിസ്റ്റിൽ വീണ്ടും ആളുകളെ കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു നടപടിക്രമം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. സ്മൃതി. ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ.